കാരണം അവിടെ AICC നിരീക്ഷകരെ കാണാൻ VD സതീശൻ എത്തിയിട്ടുണ്ട്. VD സതീശൻ മാത്രമല്ല KS സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അവിടെ വരുന്നുണ്ട്. VM സുധീരൻ നേരത്തെ വന്നത് നമ്മൾ കണ്ടു. അതിനൊപ്പം ദീപാദാസ് മുൻഷി എത്തിയിട്ടുണ്ട്. PJ കുര്യന്റെ പ്രതികരണം നേരത്തെ കേട്ടു. അങ്ങനെ AICC നിരീക്ഷിക്കുന്ന AICC നിരീക്ഷകർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നിരവധി മുതിർന്ന നേതാക്കൾ വരികയാണ്. നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം. നാളെയെല്ലാം ഞാനും പിന്തുണക്കും. അത്രേ. അതാരെന്ന് പറയില്ല. അതാരെന്ന് പറഞ്ഞ അതിന്റെ രഹസ്യം പോയില്ലേ. ഇപ്പോൾ VM സുധീരൻ അവിടെ തത്സമയം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതുപോലെ ഒപ്പീനിയനെല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും നന്മ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അങ്ങ് എല്ലാ കാലത്തും ജനവികാരത്തെ മാനിച്ച ഒരു പൊതുനേതാവാണ്. അപ്പോൾ ഈ കാര്യത്തിലും അത്തരം ഒരു പരിഗണന നൽകേണ്ടതല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയില്ല. കാരണം പറയുന്നത് ശരിയല്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, MLA-മാരും പിന്തുണ മാത്രം നോക്കിയാൽ മതിയോ? ജനവികാരം ഒരു ഫാക്ടർ അല്ലേ? ഞാൻ ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വളരെ ഓപ്പണായിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് കൃത്യമായി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു. പണം നയിച്ചവർ നയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇവിടെ പറയും, നിങ്ങളോട് പറയേണ്ടടുത്ത് പറയും. അല്ല, AICC നിയോഗിച്ച നിരീക്ഷകർ ഇന്നലെ എത്തിക്കഴിഞ്ഞു. അവർ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. 10:30 പാർലമെന്ററി പാർട്ടി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം AICCക്ക് റിപ്പോർട്ട് കൊടുക്കും. UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തും. AICCക്ക് ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപാണ് ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുക. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടു. എന്നെ പിന്തുണയ്ക്കുന്നവർക്കാണ് എൻ്റെ പിന്തുണയെന്ന് സുധാകരൻ പറയുന്നു. ജനവികാരം ഉൾപ്പെടെ മാനിക്കുമെന്ന് കൊടിക്കുന്നിൽ പറയുന്നുണ്ട്. സുധീരൻ ഇപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാം ഈ നിരീക്ഷകർക്ക് മുന്നിൽ പറഞ്ഞേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. PJ കുര്യൻ സമാനമായ രീതിയിൽ നേരത്തെ ഒരു അഭിപ്രായം നടത്തിയിട്ട് പോയി. അപ്പം അതുപോലെ മുതിർന്ന നേതാക്കളും MLA-മാരും ഒക്കെയും അവിടേക്ക് എത്തുന്നുണ്ട്. നിർണായകമായ യോഗം ഇന്ന് ചേരുന്നു. അതിനു മുൻപാണ് MLA-മാരുടെ ഈ അഭിപ്രായം തേടൽ. അത് ഏറെ നിർണായകവുമാണ് 3 പേരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്? സേതു, ഏറ്റവും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഈ MLA-മാരുടെ യോഗത്തിന് മുൻപ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. നിരീക്ഷകരായിട്ടുള്ളവർ താമസിക്കുന്ന ഹോട്ടലിലാണ് മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുള്ളത്. ആദ്യം VM സുധീരനാണ് എത്തിയത്. നിലപാട് എന്താണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം VM സുധീരൻ നേതാക്കൾക്ക് മുൻപ് വെച്ചിട്ടുണ്ട്. അത് പുറത്തു പറയാൻ എന്തായാലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പാർട്ടിയുടെയും ജനങ്ങളുടെയും നന്മ കണക്കിലെടുക്കുന്ന തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് VM സുധീരൻ പറഞ്ഞത്. അതിനുശേഷം K സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെയുള്ള നേതാക്കൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VD സതീശൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായ സൂചന കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരെടുക്കുന്ന നിലപാട് കൊണ്ട് മാത്രമായിരിക്കില്ല AICC-യുടെ തീരുമാനം വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഈ മീറ്റിംഗിന് മുൻപുള്ള തിരക്കിട്ട ചർച്ചകൾ. അതിൽ മുതിർന്ന നേതാക്കളുടെ പരിഗണന എന്താണ് എന്നുള്ളത് ഹൈക്കമാൻഡിനുൾപ്പെടെ എത്തിക്കും. അതിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡം ആകും എന്നുള്ള സൂചനയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നേയുള്ള ഈ കൂടിക്കാഴ്ചകൾ നൽകുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത് ജനവികാരം ഉൾപ്പെടെയുള്ളവ പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നതും കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ്. അതായത് ജനവികാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത് അറിയാം, ജയിപ്പിച്ചത്, അതിന്റെ നേതൃത്വം വഹിച്ചത് VD സതീശനാണ്. സതീശൻ തന്നെ വരട്ടെ എന്നുള്ള പൊതുവികാരം ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിന് തന്നെ ഉണ്ട്. അക്കാര്യം കൂടി പരിഗണിക്കേണ്ടി വരും കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ള സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. മറ്റ് 2 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആളുകൾ ഈ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവർ ഈ പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ KPCCയിലായിരിക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പക്ഷേ അതിനു മുൻപ് നടക്കുന്ന ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് എന്നുള്ള പേരും അവർ നൽകും. അതുകൂടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള തീരുമാനത്തിന്റെ മാനദണ്ഡമാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഓക്കെ അർജുൻ, ശരി, അർജുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ